ഇന്നും ഉണ്ടോ പെണ്ണ് കാണൽ? നന്ദിനി, അമ്മായി ഇവിടെ ഇല്ലേ? കണിയനോട് പോയി ചോദിക്കൂ. ഒന്നിരിക്കുന്നു രാവിലെ. ഭയങ്കര സ്റ്റൈല് തന്നെ പെണ്ണിന്. അമ്മായി, ചായ കുടിക്കാൻ ഒരാളൂടി ഉണ്ട് കേട്ടോ. അച്ഛതനോ? കണ്ടിട്ട് കുറെ ദിവസം ആയല്ലോ. എന്ത് പറയാനേ അമ്മായി, ഓരോ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്നു. ആ, എന്തായി മോനെ നിന്റെ ജോലിയുടെ കാര്യം? ദൈവം സഹായിച്ച് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. എന്താ ഇത്ര ചിരിക്കാൻ? തമാശ കേട്ടതുപോലെ. നീ ഇപ്രാവശ്യം ജയിച്ചില്ലോടി. അമ്മായി എവളെ 7 പ്രാവശ്യം എഴുതിയില്ലേ? ഇതുവരെ ജയിച്ചില്ലേ? എവിടെ ജയിക്കാൻ? ഇവള് പാസ്സായ ഞാൻ തിരുപ്പതി പോയി തല മുണ്ടനം ചെയ്യാന്ന് വരെ നേർന്നതാ. അതുകൊണ്ട് രക്ഷയുണ്ടായില്ല. രക്ഷയുണ്ടായി. അമ്മായിയുടെ തല രക്ഷപ്പെട്ടല്ലോ. ആ, അത് നേരാ. അമ്മ ഇനി ഇക്കാര്യം നാട്ടിൽ ആരോടും പറയാൻ ബാക്കിയില്ലല്ലോ. കേട്ടാ തോന്നും അമ്മ വലിയ IAS ആണെന്ന്. ആ കാപ്പി അച്ഛന് കൊടുക്കടേ. വേറെ ഒഴിച്ചു കൊടുത്താൽ മതി. ദേ, ഞാനിന്ന് വെച്ചു തന്നാലുണ്ടല്ലോ. ഇതിനെയൊക്കെ വല്ലവന്റെയും കൂടെ ഇറക്കി വിടാന്ന് വെച്ചാ അങ്ങോട്ടൊരു പ്രാന്ത് കേട്ടില്ലേ? തല പോയാലും ഗൾഫിൽ ജോലിയുള്ള ഒരുത്തന്റെ കൂടി അല്ലാതെ ഇവൾ അയക്കത്തില്ല പോലും. ഡോക്ടറും വേണ്ട, എഞ്ചിനീയറും വേണ്ട. അല്ല, 1-2 ഗൾഫുകാർ കല്യാണാലോചനയായിട്ടൊക്കെ വന്നിരുന്നു എന്ന് കേട്ടല്ലോ. ഒന്നും ശരിയായില്ല മോനെ. ഏതോ അസൂയക്കാര് മുടക്കിയതാണെന്നാ പറയുന്നത്. ആട്ടെ, ഇപ്പൊ വേറെ വല്ല ആലോചന ഉണ്ടോ? ആ, അടുത്ത ബുധനാഴ്ച പുതുക്കാട്ട് നിന്നൊരു ആലോചന വരുന്നുണ്ട്. എവിടുന്ന്? പുതുക്കാട്ടുന്ന്. വലിയ തറവാട്ടുകാരാണത്രേ. ചെറുക്കൻ ദുബായിലാ. ഈ പുതുക്കാട്ട് പാർട്ടിയുടെ വീട്ടുപേര് അറിയാമോ? എന്തോ പറഞ്ഞു. എന്താ നാടി അവരുടെ വീട്ടുപേര്? വടക്കേ ചേളകത്ത്. ആ, അതെ. ഒക്കെ കാണാതെ പിടിച്ച് വെച്ചിരിക്കല്ലേ. നിന്റെയൊക്കെ യോഗമടി. വടക്കേ ചേളകം. ഇയാളെ ഏത് നേരത്തെ ദൈവം സൃഷ്ടിച്ചോന്തോ. മഞ്ഞണിക്കൊമ്പിൽ കിങ്ങിണിക്കൊമ്പിൽ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂര കുറു. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, മണി 2 ആയില്ലേ? എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? 5 രൂപ കൊടുക്കും. വയറ് നിറച്ചു പോയി കഴിച്ചോ. മനുഷ്യനെ ഒരുമാതിരി കളിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ എനിക്ക് എന്റെ കാശിത, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എന്റെ തല്ലിക്കൊല്ല്. പണം പിരിഞ്ഞിട്ട് മാഷ പറഞ്ഞിടുവാന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? മാഷ അങ്ങനെ പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞു? ഗാനമേള കഴിഞ്ഞിട്ട് ഇന്നേക്ക് 15 ദിവസമായി. പിരിഞ്ഞിട്ട് കാശ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് വെള്ളം അടിച്ച് നശിപ്പിച്ചല്ലേ? എവിടെ പിരിഞ്ഞിട്ടി? മാഷ് ഗാനമേള തുടങ്ങി അവസാനിപ്പിക്കുന്നവരെ ആളുകൾ നിർത്താതെ കൂവല്ലായിരുന്നു. അത് ശരിയാ. ടിക്കറ്റ് മുഴുവൻ കടമായിട്ടല്ലേ കൊടുത്തത്. മാഷിന്റെ ഗാനമേളയുടെ ഭംഗി കാരണം ഒരുത്തനും കാശ് തന്നില്ല. അല്ല, അത് പിന്നെ സംഗീതവാസനയില്ലാത്ത മരങ്ങോടന്മാരുടെ ഇടയിൽ കിടന്ന് പാടിയതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാഷിനിപ്പോ നാട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ദൈവം സഹായിച്ച് ഭാര്യ ഉപേക്ഷിച്ചു പോയി. പിടക്കോഴികളുമില്ല. മാഷ് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിന്നാൽ പല ഗുണങ്ങളും ഉണ്ടാവും. ആർക്ക് ഗുണം? മാഷിനും ഞങ്ങൾക്കും. മനസ്സിലായില്ല. മാഷ് അന്യനാട്ടുകാരനായതുകൊണ്ട് എന്റെ അമ്മാവന് ആളെ പിടികിട്ടത്തില്ല. ഞങ്ങളുടെ കല്യാണം കലക്കി ഗ്രൂപ്പിൽ മാഷിന് പല വിലപ്പെട്ട സംഭാവനകളും ചെയ്യാൻ കഴിയും. കല്യാണം കലക്കി ഗ്രൂപ്പ്? കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് തെളിച്ചു പറ. എല്ലാം പറയാം. അതിനുമുമ്പ് നമുക്കെല്ലാം കഴിക്കാം. അത് കൊള്ളാം. നീ വല്ലതും കഴിച്ചിട്ടാവട്ടെ. ഒന്ന് പെട്ടെന്ന് എടുത്തോണ്ട് വാമോളെ. നല്ല കിളികിളി പോലത്തെ ചെറുക്കൻ. ഭാഗ്യമുണ്ട് നടക്കും. അല്ല, പിന്നെ പുറത്താരാ വന്നിരിക്കുന്നത്? അത് എന്റെ കുറച്ച് കൂട്ടുകാരാ. നന്ദിനി കുളിച്ചൊരുങ്ങിയിട്ടുണ്ടല്ലോ. പെണ്ണ് കാണലായിരിക്കും. വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. അവര് കല്യാണാലോചനയ്ക്ക് വന്നവര് തന്നെയാ. പക്ഷെ ഇക്കാര്യം നീ നാട്ടുകാരോട് പറയരുത്. ദുഷ്ടന്മാരാ. പല നല്ല ആലോചനകളും അവർ മുടക്കിയിട്ടുള്ളതാ. അയ്യോ, ഞാൻ ആരോട് പറയാനമ്മാ? ഇങ്ങോട്ട് കൊടുക്ക. മാറങ്ങട് ഓളെ. പേടിക്കണ്ട. ഈ വാച്ചിന്റെ അലാറം അടിച്ച മണി 11:30. ഓരോ അരമണിക്കൂർ വിട്ടും മണി അടിച്ചോണ്ടേയിരിക്കും. മനുഷ്യന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ചുമ്മാതല്ല, ഈ വാച്ചിന്റെ വില 8000 ഉറുപ്പികയാണ്. അങ്ങോട്ട് അവിടെ അവിടെ പേരെന്താ? പറഞ്ഞു കൊടുക്കുമോളെ.
നന്ദിനി. സമയം ഒരുപാടായല്ലോ. ഇവന്മാര് കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്നാ തോന്നുന്നത്. ദാ വരുന്നുണ്ട്. പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ. മണ്ണത്തരം ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. അല്ല ഞാനേറ്റ് അവന്റെ ഒരു പ്രേമം ശരിയാക്കൂടാ. നടക്കടാ അങ്ങോട്ട്, നടക്കടാ അങ്ങോട്ട്. നിന്റെ പ്രേമം നീ നിർത്തടാ. ആ തങ്കപ്പനാകണ്ട അതിനകത്ത്. ഇല്ല, വീട്ടിലുണ്ട്. എന്താ? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. നടക്കടാ അങ്ങോട്ട്, നടക്കടാ. ചൊല്ലും വിലയില്ലാതെ വളരുന്ന പെമ്പിള്ളാര് കണ്ണു കാണിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖനം എഴുതും അല്ലേടാ? തങ്കപ്പനാരുടെ മോളല്ല, ഇനി ദിവാന്തേഷ്കാരുടെ മോളായാലും ശരി, നാറിത്തരം കാണിച്ചാ ഞാൻ ചോദിക്കും. ആ നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് നടക്കടാ. അങ്ങനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഒരു പ്രേമം. ഇന്ന് വന്നേ, എന്താ പ്രശ്നം? എനിക്കൊന്ന് പറഞ്ഞൂടാ. ഇവിടുത്തെ പെങ്കൊച്ചില്ലേ നന്ദിനി, ശേരമുള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തെന്നോ അവർ ഒളിച്ചോടാൻ പ്ലാൻ ഇട്ടെന്നോ വേറെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നോ. ശേഖരമുള്ള ചേട്ടൻ ആ ഒരു ചൂടനാണേ. ഞാൻ പോട്ടെ, സമയമില്ല. വണ്ടി വിടും. വില കുറച്ച് കുറഞ്ഞാലും ബസ് ഇപ്പൊ വിൽക്കാമെന്ന് വിചാരിച്ചത് ഇഷ്ടമുണ്ടായിട്ടല്ല. ഞങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങളുടെയും കാരണം ഈ ഒറ്റ ബസ്സാണ്. മുസ്തത്തിന്റെ കാലത്ത് വാങ്ങിച്ചതാ. അപ്പോ ഒരുപാട് പഴക്കണ്ടാവൂലേ? മണ്ണും വണ്ടിയും എപ്പോഴും പഴയതാ നല്ലത്. അതിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാ നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യം ചോദിച്ചത്. നോക്കിയും കണ്ടും നടത്തിയാൽ നഷ്ടം വരില്ല. നല്ല റൂട്ട്, വിശ്വസ്തരായ ജോലിക്കാർ, ഇത് രണ്ടും ശരിയായാൽ ബസ് ഒരിക്കലും ഒരു നഷ്ടമല്ല. റൂട്ടെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ വേറെ ബസ്സില്ല. പിന്നെ മേൽനോട്ടം, അതിനിപ്പോ ഞാനുള്ളത് കൊണ്ട് അങ്ങനെയും ഒരു ബുദ്ധിമുട്ടില്ല. വേണ്ടും വിധം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്താൽ ഞാൻ അതിശോക്തി പറയല്ല. മനുഷ്യനേക്കാൾ വിശ്വസ്തനാണ് ഈ ബസ്. നല്ല മുഖലക്ഷണുണ്ട്. ആർക്ക്? വണ്ടിക്ക്. എന്താച്ചാ ഉറപ്പിച്ചോ? അത് അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു. ഇതാ തങ്കപ്പൻ നായർ. അച്ഛാന്ന് വിളിച്ചതുകൊണ്ട് മകനാണെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണു? അവനങ്ങ് ഗൾഫിലാ. ഗൾഫിൽ എന്ത് ചെയ്യണു? എനിക്ക് സ്വന്തമായി ബിസിനസ്. എനിക്കിവിടെ 2-3 ഫ്ലാറ്റുകളുണ്ട്, ബെൻസ് കാറുണ്ട്, സ്വന്തം ബോട്ടുകളുണ്ട്, കപ്പലും ഉണ്ട്. കണ്ടാ തോന്നില്ലല്ലേ? സത്യത്തിൽ ഇവൻ ഗൾഫിൽ പോയതുകൊണ്ടാ ബസ് വിൽക്കാമെന്ന് വെച്ചത്. ആണായിട്ടും പെണ്ണായിട്ടും ഇവൻ ഒരുത്തനേ ഉള്ളൂ. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. കുവൈറ്റിൽ നിന്ന് 10-15 ഫോൺ കോൾ വരാനുണ്ട്. ചെല്ലെ ചെല്ലെ. വിളിക്കുന്നവരോട് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. മകൻ കല്യാണം കഴിച്ചതാണോ? ഹേയ് അല്ല, ആലോചനകൾ പലതും വരുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങ് മനസ്സിൽ പിടിക്കുന്നില്ല. അപ്പോ ഞങ്ങൾ പോയിട്ട് ഇനിയും വരാം. ആയിക്കോട്ടെ. ഏതായാലും ബസ്സുമായിട്ടുള്ള ബന്ധം ഉറച്ചു. ഇനിയും പുതിയ പുതിയ ബന്ധങ്ങൾ പലതും ഉറപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പോ ഞങ്ങളങ്ങോട്ട് വരട്ടെ. രമണി, ഇന്നലെ വൈകുന്നേരം വെള്ളം നനച്ചില്ലേ? നനച്ചോ? എവിടെ നനച്ചു? ദേ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇതൊക്കെ വാടിയിട്ടുണ്ടല്ലോ. നന്ദിനി, മുതലാളി അമ്മ മേൽനോട്ടത്തിന് ഇറങ്ങിയതാവും. അമ്മാവൻ പുതിയതായി വാങ്ങിച്ച ബസ്സിന് നിന്റെ പേരാണ് ഇടാൻ പോകുന്നെന്ന് കേട്ടല്ലോ. നന്ദിനി ട്രാൻസ്പോർട്ട് കമ്പനി. നല്ല ഉചിരം പേര്. അതിന് ഈ പറയുന്ന ആൾക്ക് ഒരു നഷ്ടമില്ലല്ലോ. ഞങ്ങളുടെ ബസ്സിന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടും. അതിനിപ്പോ എന്റെ പൊന്നിനും കൂടെ ദേഷ്യപ്പെടുന്ന എന്തിനാ? ദേ, അച്ചോട്ടിന് എപ്പോഴും എപ്പോഴും എന്നെ ഇങ്ങനെ കളിയാക്കിയാൽ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. നിന്റെ അച്ഛൻ ആര്? കളക്ടറോ? പാടി. ഓ എടി, എനിക്ക് ആവശ്യപ്പെട്ട 5 ഏക്കർ നിന്റെ അച്ഛന്റെ കയ്യിലാടി. അങ്ങനെ നിന്റെ അച്ഛൻ മാത്രം നിന്നാ പോരടി. കൈ നോറി ചുമ്മാ പടവലങ്ങ സാമ്പാർ വെച്ചു. നിന്റെ അച്ഛൻ തങ്കപ്പൻ നായർ മാത്രം ഉണ്ടാ പോരാ. പിന്നെ സാമ്പാർ കൊതിനാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ എന്തായാലും ദഹിക്കുമടി പടവലങ്ങയൊക്കെ. സമ്മതിക്കില്ല ഞാൻ. നോക്കിക്കോ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പോയി പറഞ്ഞു കൊടുക്കും. 1, 2, 3, 4, 5, 6 പടവലങ്ങ 2 വെള്ളരിക്ക. തെറ്റല്ലേ?